നമസ്കാരം. കൂത്താട്ടുകുളം നഗരസഭയിൽ 9ാം ഡിവിഷനിൽ ഹരിതകർമ്മ സേനാംഗമായ രാധാ തമ്പി ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ 43 വോട്ടിനാണ് വിജയിച്ചത്. രാധാ തമ്പിയാണ് ഇന്ന് കൂത്താട്ടുകുളം മിഷന്റെ അതിഥി. ഹരിതകർമ്മ സേനാംഗത്തിൽ നിന്നും കൂത്താട്ടുകുളം മുനിസിപ്പൽ കൗൺസിലറിലേക്ക് കുടുംബശ്രീ പ്രവർത്തനങ്ങളിൽ നിന്നും ഹരിതകർമ്മ സേനാംഗമായി മാറുമ്പോൾ രാധ ചേച്ചിക്ക് മനസ്സിലൊരു സ്വപ്നമുണ്ടായിരുന്നു. തന്റെ പ്രവൃത്തി ഏറ്റവും ഭംഗിയായി ചെയ്ത് മികച്ച ഹരിതസേനാംഗമാകുക. അത് യാഥാർത്ഥ്യമായത് ജനങ്ങൾ കൊടുത്ത തിരഞ്ഞെടുപ്പ് സമ്മാനത്തിലൂടെ ആയിരുന്നു. 9ാം വാർഡിൽ നിന്നും 43 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അടിസ്ഥാന വിഭാഗങ്ങളുടെ ഒരു പ്രതിനിധി കൂടിയാവുകയാണ് രാധാ തമ്പി. ചേച്ചി 4 വർഷമായിട്ട് ഈ ഹരിതകർമ്മ സേനാംഗമാണ്. ഈ ഹരിതകർമ്മ സേനാംഗമായത് താങ്കളുടെ വിജയത്തിന് സഹായമായി? ഹരിതകർമ്മ സേനാംഗമായത് നമ്മുടെ വിജയത്തിന് സഹായകമായി. അന്ന് മുതൽ നമുക്ക് പൈസാപരമായ ഒരു വരുമാനം നമ്മളുടെ സ്വന്തം കൈകളിലാൽ എടുത്ത് നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എടുത്ത് നമുക്ക് വിനിയോഗിക്കാൻ സാധിച്ചിട്ടുണ്ട്. പൈസയ്ക്ക് നമുക്കിപ്പോൾ ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് ആളുകളുമായിട്ട് നന്നായിട്ട് അറിയാനും സാധിച്ചിട്ടുണ്ട്. ഒത്തിരി നമ്മൾക്ക് അതുകൊണ്ട് ഹരിതകർമ്മ സേനയിൽ വന്നുകൊണ്ട് ഗുണങ്ങളുണ്ട്. നമുക്ക് സമൂഹത്തെ നമ്മുടെ മുനിസിപ്പാലിറ്റിയെ നല്ല രീതിയിൽ വേസ്റ്റ് ഇല്ലാത്ത ഒരു നല്ല പ്രദേശമാക്കി നമുക്ക് മാറ്റാനും സാധിച്ചിട്ടുണ്ട്. ഞാൻ 43 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചിരിക്കുന്നത്. ചേച്ചി ഇപ്പോൾ 9ാം വാർഡിൽ നിന്ന് വിജയിച്ച് ഇപ്പൊ കൂത്താട്ടുകുളം നഗരസഭ കൗൺസിലറായി. ഹരിതകർമ്മ സേനാംഗമായി ഇനി തുടരുമോ? അതിന് തടസ്സങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തുടരുന്നതായിരിക്കും. പിന്നെ കൂടുതൽ നമ്മൾ മുൻതൂക്കം കൊടുക്കുന്നത് നമ്മുടെ വാർഡിനായിരിക്കും. കാരണം നമ്മുടെ വാർഡിൽ നിന്ന് നമ്മളെ കയറ്റി വിട്ടിരിക്കുന്നതാണ് ജനങ്ങള്. അവരുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ഇതിനകത്ത് നമ്മൾ ഞാനിപ്പോ കൺസോർഷ്യം പ്രസിഡന്റ് ആണ്. അപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്താന്ന് വെച്ചാൽ നമുക്ക് അതിന്റെ ഉചിതമായ തീരുമാനം എടുക്കും. തീരുമാനം എന്ന് വെച്ചാൽ സാറുമാരോടും ഒക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് കാര്യങ്ങൾ എന്താ പറയുന്നതെന്നനുസരിച്ച് നമ്മൾ അതനുസരിച്ച് ചെയ്യും. മുൻ തിരഞ്ഞെടുപ്പ് ധാരണകളൊക്കെ മാറ്റിമറിച്ച് ഒരു ഹരിതകർമ്മ സേനാംഗത്തിനും ജനപ്രതിനിധിയാകാമെന്ന് തെളിയിച്ച് വാർഡിന്റെ വികസന പ്രവർത്തനങ്ങളിലേക്ക് കടക്കുവാൻ തയ്യാറെടുക്കുകയാണ് ഈ 62 വയസ്സുകാരി രാധ. തങ്ങളുടെ വീട്ടിലെ കുപ്പിയും മറ്റു പാഴ്വസ്തുക്കളും വീട്ടിൽ വന്ന് ശേഖരിക്കുമ്പോൾ ഒരു കൗൺസിലറായി വീണ്ടും വീടുകളിൽ എത്തിച്ചേരുമെന്ന് ആരും കരുതിയിരുന്നില്ല. ഈ വാർഡില് ഇലക്ഷൻ ടൈമില് ഭവന സന്ദർശനമൊക്കെ നടത്തിയല്ലോ. അപ്പൊ ജനങ്ങൾക്ക് എന്തൊക്കെ ആവശ്യങ്ങളാണ് താങ്കളുടെ മുന്നിൽ ഉന്നയിച്ചത്? ഞങ്ങള് ഭവന സന്ദർശനം നടത്തിയപ്പോൾ മെയിനായിട്ട് അവർ ഉദ്ദേശിച്ചത് വഴി, പിന്നെ ഓരോ വീടുകളിലേക്കും വെള്ളം ഒഴുകി അവരുടെ പറമ്പിലേക്ക് ചെല്ലുന്നു, അതൊന്ന് നന്നാക്കി തരണം. പിന്നെ കക്കൂസൊക്കെ ഇല്ലാത്തവർക്ക് കക്കൂസ്, കുറച്ച് പേർക്ക് കക്കൂസ് പൊട്ടിപ്പൊളിഞ്ഞുമൊക്കെ ക്ലോസറ്റ് നിറഞ്ഞുമൊക്കെ കിടക്കുന്ന കാര്യമുണ്ട്, അത് ചെയ്യണം. വീടുകൾ ചെയ്തു കൊടുക്കണം. നമ്മുടെ വേണ്ടുന്ന പ്രധാനമായിട്ടുള്ള പുതിയ സംരംഭങ്ങൾ ഇവിടെ കൊണ്ടുവരണം എന്നൊക്കെ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, അത് നിങ്ങളും കൂടെ കൂടി ആലോചിച്ച് നമുക്ക് ഒന്നിച്ചൊരു തീരുമാനമെടുത്തിട്ട് മുന്നോട്ട് പോകാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ചേച്ചി എങ്ങനെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്തിപ്പെട്ടത് നമ്മുടെ വാർഡിൽ തന്നെ പല ആളുകളും ആവശ്യപ്പെട്ടതനുസരിച്ചിട്ടാണ് നമ്മൾ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വന്നത്. പല ആളുകളും നമ്മളെ 2003 മുതൽ നമ്മളെ ആളുകൾ അറിഞ്ഞ് നമ്മളെ ഈ വാർഡുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് നമുക്ക് ആളുകൾ പറഞ്ഞു, രാധയോട് എന്തെങ്കിലും പറയാലോ എന്നുള്ളൊരു കാര്യം അവർ പറഞ്ഞു എന്നോട്. ഞാൻ അതിന് കുഴപ്പമൊന്നുമില്ല, നിങ്ങളിൽ ഒരു സഹോദരിയെ പോലെ എന്നെ കണ്ടുകൊണ്ട് പറഞ്ഞോളൂ, എനിക്കൊരു വിഷയമില്ല. പിന്നെ കുറെ അറിയാൻ മേലാത്ത കാര്യം നമ്മളെല്ലാവരും കൂടെ കൂടി ഇരുന്ന് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. കിട്ടുന്നതിന് മേടിച്ചിരിക്കും. ഇപ്പൊ അവിടെ ചെന്നിട്ട് എന്തെല്ലാം ഉണ്ടെന്ന് നമ്മളൊന്ന് അറിയട്ടെ, എന്നിട്ടാട്ടെ. ജയിക്കുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നു. ഇത്ര വോട്ട് കുറഞ്ഞു പോയാൽ നമുക്ക് ഇതിൽ കൂടുതൽ ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നു. ഇതിൽ കൂടുതലും ഇത്രയും നമ്മൾ ഭൂരിപക്ഷം പ്രതീക്ഷിച്ചില്ല, ജയിക്കുമെന്ന് നല്ല ഉറപ്പുണ്ടായിരുന്നു. 9ാം വാർഡിലെ ജനങ്ങളുടെ പ്രധാന ആവശ്യങ്ങളായ നല്ല റോഡ്, വെള്ളം, കുടുംബാരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ പരിഹരിക്കുകയാണ് തന്റെ പ്രഥമ ദൗത്യമെന്ന് നിറപുഞ്ചിരിയോടെ രാധ ചേച്ചി കൂത്താട്ടുകുളം മിഷനോട് പറഞ്ഞു. ജനമനസ്സുകൾക്കിടയിൽ സുപരിചിതയാക്കിയ പ്രവർത്തനങ്ങൾ ഇനിയും തുടരുമെന്നും ആ തൊഴിലിനെ മാന്യതയോടെ കാണുന്നുവെന്നും ഇത് വാർഡിലെ പ്രവർത്തനങ്ങളെ ബാധിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും രാധ കൂട്ടിച്ചേർത്തു. നമസ്കാരം. ഞാൻ ഹരിതകർമ്മ സേന കൺസോർഷ്യം പ്രസിഡന്റ് ആണ്. ഞാൻ 9ാം ഡിവിഷനിൽ നിന്നാണ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത്. ഞാൻ 43 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിട്ടുണ്ട്. അതിനായിട്ട് പ്രവർത്തിച്ച എല്ലാ
സഹോദരി സഹോദരന്മാർക്കും എൻ്റെ വാർഡിലുള്ള എല്ലാ വോട്ടേഴ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. നിങ്ങളുടെ ഒപ്പം തന്നെ ഞാൻ കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ പറയുകയാണ്. ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല, മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളൂ കേട്ടോ. നമുക്ക് ചായ ഒന്ന് കുടിച്ച് നോക്കാം. സൂപ്പർ. ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുകുളം കുഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കുഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ്. പ്രമുഖ ബ്രാൻഡായ വിക്കോയാട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.